മക്കളെ, ഇന്ന് നമുക്ക് ഗലീലിയോ എന്ന ലേഖനത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വഹ് ബിനാ सबूत के कुछ नहीं स्वीकारता था, लड़के के इस मनोभाव पर अपनी राय प्रकट करें. തെളിവില്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുമായിരുന്നില്ല. ലഡ്കേക്ക് ഇസ് മനോഭാവ് പർ, ആ ആൺകുട്ടിയുടെ ഈ മനോഭാവത്തിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക എന്നാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. यह एक उचित एवं अनुकरणीय मनोभाव है. यहाँ गलीलियो की वैज्ञानिक चेतना व्यक्त होती है. ഇത് ഒരു ഉചിതവും മാതൃകാപരവുമായ അനുകരണീയ പറഞ്ഞ മാതൃകാപരമായ, ഇത് ഉചിതവും മാതൃകാപരവുമായിട്ടുള്ള ഒരു മനോഭാവമാണ്. യഹാം ഗലീലിയോ കി വൈജ്ഞാനിക ചേതന വ്യക്ത ഹോത്തി ഹെ, ഇവിടെ ഗലീലിയോയുടെ ശാസ്ത്രബോധമാണ് പ്രകടമാക്കുന്നത്. वह कुछ देखने या सुनने मात्र उसे स्वीकार करने को तैयार नहीं है. കേവലം ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വഹ് കിസി ബാത് കോ സബൂത് കെ ആധാർ പർ ഹി സച്ച് മാനേഗ. തെളിവുകളുടെ, സബൂത്ത് പറഞ്ഞ തെളിവ്, സബൂത്ത് കെ ആധാർ പർ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹം എന്തെങ്കിലും സത്യമാണെന്ന് അംഗീകരിക്കുകയുള്ളൂ. അംഗീകരിക്കുക. ആധുനിക ദുനിയാമേ ഐസി വൈജ്ഞാനിക ചേതന കാ മഹത്വ ബഹുത് സ്യാദാ ഹേ. ആധുനിക ലോകത്ത് അത്തരമൊരു ശാസ്ത്രീയ മനോഭാവത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढ़ूं. गलीलियो के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है. എനിക്ക് ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹമെങ്കിൽ ശാസ്ത്രം എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്ന് ഗലീലിയോ പറയുന്നുണ്ട് അല്ലേ. ഇതിൽ നിന്നും ഗലീലിയോയുടെ സ്വഭാവത്തിന്റെ ഏത് വിശേഷതയാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. യഹാം ഗലീലിയോ അപ്നെ ഭവിഷ്യ കെ ലേക്കർ സ്വയം നിർണയ ലേന ചാത്താ ഹെ. അതായത് ഇവിടെ പ്രകടമാകുന്ന കാര്യം, യഹാം പ്രകട് ഹോത്താ ഹെ കി, ഇവിടെ പ്രകടമാകുന്നത് ഗലീലിയോ അപ്പനെ ഭവിഷ്യ കോ ലേക്കർ, ഗലീലിയോ തൻ്റെ ഭാവിയെ കുറിച്ചിട്ട് സ്വയം നിർണയ ലേന ചാത്താ ഹെ, സ്വയം തീരുമാനമെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഗലീലിയോ തൻ്റെ ഭാവിയെക്കുറിച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത്. पिता की इच्छा के सामने अपनी इच्छा को छोड़ने के लिए वह तैयार नहीं. പിതാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ സ്വന്തം ആഗ്രഹം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അതായത് സ്വന്തം ഇഷ്ടം, തൻ്റെ ഇഷ്ടം പിതാവിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്വന്തം തീരുമാനം എടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൻ്റെ ഇടം, അതിനുള്ള ആഗ്രഹവും ആർക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ഗലീലിയോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇതുവരെ മാത്രം നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതിയാൽ മതി, ഇത് മാത്രം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. विज्ञान का मतलब प्रयोग है, इससे आप क्या समझते हैं. വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹെ, ഇത് നിങ്ങളുടെ ആപ്പ് ക്യാ സമസ്തേ ഹെ, ഇത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. വിജ്ഞാനത്തിൻ്റെ മത്ലബ് അർത്ഥം പ്രയോഗമാണ് എന്ന് പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയോഗ് വിജ്ഞാൻ കാ അഭിന്ന അംഗ് ഹെ.
പ്രയോഗ് പരീക്ഷണം എന്നത് വിജ്ഞാൻ ശാസ്ത്രത്തിൻ്റെ അഭിന്ന പറഞ്ഞ അവിഭാജ്യമായ അവിഭാജ്യ ഘടകമാണ്. പരീക്ഷണം ശാസ്ത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം ആണ് എന്നാണ് പറഞ്ഞത്. വൈജ്ഞാനിക വിധി മേ പരികൽപ്പന ബനാന ഉസ്കാ പരീക്ഷൺ കർണ നിഷ്കർഷ നികാൽന ആദി ഷാമിൽ ഹെ. ശാസ്ത്രീയ രീതിയിൽ പരികൽപ്പനകൾ രൂപപ്പെടുത്തുക, അവയെ പരീക്ഷിക്കുക, നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നിവ ഉൾപ്പെടുന്നു. ആദി ഷാമിൽ ഹെ, ഷാമിൽ പറഞ്ഞാൽ ഉൾപ്പെടുത്തുക, അതിൽ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. പരികൽപ്പന കാ പരീക്ഷൺ പ്രയോഗോं के द्वारा ही संभव है. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ അനുമാനങ്ങൾ പരീക്ഷിക്കാൻ കഴിയൂ. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ പരികൽപ്പന കാ പരീക്ഷൺ പ്രയോഗോं के द्वारा ही संभव है. പ്രയോഗം പറഞ്ഞാൽ പരീക്ഷണം, പ്രയോഗോं के द्वारा പരീക്ഷണം മുഖേന മാത്രമേ, അതായത് പരീക്ഷണങ്ങളിലൂടെ മാത്രം ഓരോരോ പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അനുമാനങ്ങൾ കണ്ടെത്താൻ പറ്റുക, അല്ലെ, അനുമാനങ്ങൾ പരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. पुराने ज़माने में समय जानने के लिए लोगों ने क्या क्या उपाय अपनाए होंगे. പുരാനെ സമാന കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ ആളുകൾ സമയ ജാനേക്കിലിയെ സമയം അറിയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഉപായങ്ങളാവാം അവർ സ്വായത്തമാക്കിയത്, അവർ സ്വീകരിച്ച ഉപായങ്ങൾ എന്തൊക്കെ ആയിരിക്കാം എന്നാണ് ചോദിച്ചത്. ഏതെല്ലാം ഉപായങ്ങളിലൂടെ ആയിരിക്കാം അവർ സമയം അറിഞ്ഞിരുന്നത് എന്നാണ് ചോദ്യം. പുരാനെ ജമാനെ മേ ലോക സമയ ജാനേക്കിലിയെ സൂരജ് കി ദിശ, സൂരജ് കി ദിശ, അതുപോലെ തന്നെ ഛായ കി ലംബായി, സൂര്യഘടി, ജൽഘടി, सूर्योदय, सूर्यास्त, चांद की कलाओं से भी समय का अंदाजा लगाते थे. അതായത് പുരാതന കാലത്ത്, പുരാനെ സമാന പുരാതന കാലം, പഴയ കാലത്തിൽ സമയം നിർണയിക്കാൻ ആളുകൾ സൂര്യൻ്റെ ദിശ, അതുപോലെ തന്നെ നിഴലുകളുടെ നീളം, സൂര്യോദയം, സൂര്യാസ്തമയം, ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി നമ്മൾ ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. 1ാമത്തെ ആക്ടിവിറ്റിയിൽ ലേഖക്കെ ആധാർ പർ ക്രമബന്ധ് കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമത്തിൽ എഴുതാൻ, ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്നത് ഓർഡർ തെറ്റിയിട്ടാണ്, നമ്മൾ അതിന് ഓർഡർ ആയിട്ട് എഴുതണം. നമ്പർ ഇട്ടിട്ടുണ്ട്, ഓർഡർ അനുസരിച്ച് നമ്പർ ഇട്ടിട്ടുണ്ട്. എഴുതിയത് കാണിക്കാം. वह स्कूल में झूलने वाले फानूस का निरीक्षण करता है. वह स्कूल में झूलने वाले फानूस का निरीक्षण करता है. സ്കൂളിൽ ആടിക്കൊണ്ട് അങ്ങനെ ആടുന്ന വിളക്ക്, അങ്ങനെ ആടാണ്, അവരങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കാണ്, അതെന്ത് ചെയ്യുന്നുണ്ട്, ആടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആടുന്ന വിളക്കിനെ നിരീക്ഷിക്കുന്നു. 1ാമത്തത്. वह फानूस के झूलने की दूरी और समय के आपसी संबंध लेकर अनुमान करता है. ആടുന്ന വിളക്കിൻ്റെ ദൂരവും, എത്ര ദൂരം ആടുന്നുണ്ട് എന്നതിലെ എത്ര ആടുന്ന വിളക്കിൻ്റെ ദൂരവും, അതുപോലെ തന്നെ ദൂരി സമയം, ആടുന്ന വിളക്കിൻ്റെ സമയം, ആടുന്ന വിളക്കിൻ്റെ ആടുന്ന റാന്തൽ വിളക്കിൻ്റെ ദൂരവും അതുപോലെ തന്നെ സമയവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം കണക്കാക്കുന്നു. അനുമാൻ കർത്താ ഹെ എന്നാണ് പറഞ്ഞത്. 2ാമത്തായിട്ട് വരുന്നു. 3ാമത് വഹ അപ്പനി നബ്ജ് കാ ഇസ്തേമാൽ ഗഡി കെ രൂപമേ കർത്താ ഹെ. നാടിമിടിപ്പിൻ്റെ വഹ അപ്പനി നബ്ജ് കാ ഇസ്തേമാൽ ഗഡി കെ രൂപ, നാടിമിടിപ്പ് ആ ക്ലോക്കിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വിഭിന്ന ധാതുവോക്കെ ഗോളോക്കെ ലേക്കർ, വിവിധ പ്രകാരത്തിലുള്ള ധാതുക്കളുടെ ഗോളങ്ങൾ ഉപയോഗിച്ചിട്ട് ഗോളോക്കെ ലേക്കർ പ്രയോഗ കർത്തേ ഹെ, പരീക്ഷണങ്ങൾ നടത്തുന്നു. എങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റ് ഉണ്ടാക്കാനാണ്. 15 ഫെബ്രുവരി ഗലീലിയോയുടെ ജന്മദിവസമാണ്. ആ ദിവസത്തിൽ നിങ്ങളുടെ സ്കൂളിൽ വിജ്ഞാൻ പ്രദർശനി വിജ്ഞാൻ പ്രദർശനി നടക്കുന്നു. അതിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോസ്റ്റർ നോക്കാം.
15 ഫെബ്രുവരി ഗലീലിയോ ദിവസ് വിജ്ഞാൻ പ്രദർശനി. പിന്നെ ഇവിടെ സ്കൂളിൻ്റെ പേരും കൂടെ നിങ്ങൾ എഴുതുക കേട്ടോ. ABC സ്കൂൾ വയനാട്, വേങ്ങര, അല്ലെങ്കിൽ എന്താ പറയുക എറണാകുളം, കൊല്ലം ഏതെങ്കിലും കൊടുക്കുക ABC സ്കൂൾ വെച്ചിട്ട് കേട്ടോ. പിന്നെ താരീഖ് എഴുതിയിട്ടുണ്ട് 15, നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നതാണ് 15 ഫെബ്രുവരിന്ന്. അപ്പോൾ നമ്മൾ ആ 15 ഫെബ്രുവരിന് കൊടുക്കുക. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ്, അതുപോലെ തന്നെ സമയം 10 ബജെ. സമയം നമ്മളൊരു സമയം കൊടുക്കുന്നതാണ്, സങ്കല്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം രാവിലെ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 10 മണിയുള്ള സമയം നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാറ്റാം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഉദ്ഘാടൻ പ്രധാന അധ്യാപിക സബ്കാ സ്വാഗതം. പോസ്റ്റർ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചിട്ട് അതിൽ വൃത്തിയായിട്ട് ചെയ്യുക. ബോക്സ് വരച്ച് വൃത്തിയായിട്ട് ചെയ്യുക. പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ പകുതിയിലേറെ ഭാഗം നിങ്ങൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് വരുന്നത് ലഘിൻ്റെ പ്രയോഗമാണ്. ലഘ ലഘ കുച്ച് ദേർ ബാദ് ചാന്ദ് കോ ദേഖത്തെ ഹുയെ വഹ് ഉതർനെ ലഘ. കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ തുടങ്ങി, തുടക്കം, ആരംഭം എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഉസേ ഐസ ലഗാക്കി, ലഗ തോന്നി. ഇവിടെ അനുഭവത്തിൻ്റെയാണ് ഇവിടെ ലഗ വരുന്നത്. അനുഭവമാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അതായത് തോന്നുക, തോന്നി, എനിക്ക് മഴ പെയ്യുമെന്ന് തോന്നി, വീണു പോകുമെന്ന് തോന്നി, അങ്ങനെ കുറേ തോന്നലുണ്ടല്ലോ. ആ തോന്നി എന്നാണ് ഇവിടെ, തോന്നുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉസേ ഐസ ലഗ, അവൻ അങ്ങനെ തോന്നി. ചാന്ദബി ഉസ്കെ സാത്ത് ചട് രഹാ ഹെ, ചന്ദ്രനും അവനോടൊപ്പം കയറുന്നുണ്ടെന്ന്, ചന്ദ്രനും അവനോടൊപ്പം കയറുകയാണെന്ന് അവന് തോന്നി. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലഘ്, ഇവിടെ വന്നിരിക്കുന്ന ലഘിൻ്റെ അർത്ഥം. എന്നാൽ അതേ ലഘ് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അർത്ഥം മാറി. എന്താണ്? കുച്ച് ദേർ ബാദ് ചാന്ദുക്കോ ദേഖ്തേ ഹുയെ വഹ് ഉതർനെ ലഗ, ഇറങ്ങാൻ തുടങ്ങി, തുടക്കം, തുടങ്ങുക എന്നുള്ള അർത്ഥമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ രണ്ടർത്ഥത്തിലും വരുന്ന സെൻറ്റൻസ് നിങ്ങളോട് ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കിയത് നോക്കാം. ഉസേ ലഗാക്കി വഹ് ഗിർ ജായക, അവന് തോന്നി അവൻ വീണു പോകുമെന്ന്. ഉസേ ലഗാക്കി അബ് ബാരിഷ് ആയക, എന്താണ് അവന് തോന്നിയത്? എന്താണ്? ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നി. ഉസേ ലഗാക്കി വഹ് മർ ജായക, അവൻ മരിച്ചു പോകുമെന്ന് തോന്നി. ഇനി അടുത്തത് വഹു സ്കൂൾ ജാനേ ലഗ, ലഗ് തുടങ്ങുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ലഗ് ചേർത്തിരിക്കുന്നത്. വഹു സ്കൂൾ ജാനേ ലഗ, അവൻ സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. വഹു രോനേ ലഗ, കരയാൻ തുടങ്ങി. അസ്നേ ലഗ, ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ലഗ ചേർത്തിട്ട് വരുന്നതൊക്കെ എന്താണ്? ചെയ്യാൻ തുടങ്ങി എന്നുള്ള അർത്ഥം, തുടക്കം എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള നിങ്ങൾ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടത്തിലുണ്ടാക്കാം. എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളിത് കണ്ടിട്ട് പഠിക്കുക. അതായത് അസ്നേ ലഗ, ചിരിക്കാൻ തുടങ്ങി. രോനേ ലഗ, കരയാൻ തുടങ്ങി. ജാനേ ലഗ, പോവാൻ തുടങ്ങി. ഗാനേ ലഗ, പാടാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്കൊരു സന്തോഷമാവും. എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കുക. അതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഈ തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തോന്നി എന്നത് അല്ലേ. ഉസേ ലഗാക്കി വഹ് ഗിർ ജായക, വീണു പോകും എന്ന് തോന്നി. മഴ പെയ്യുമെന്ന് തോന്നി. മരിച്ചു പോകുമെന്ന് തോന്നി. അങ്ങനെ തോന്നുക, തോന്നി എന്നതിൻ്റെ വരുന്നത് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. തുടങ്ങി എന്ന് വരുന്നതും നിങ്ങൾക്ക് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത क्वेश्चन चर्चा करें। कुछ दिनों के बाद गैलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह तो वैज्ञानिक बनना चाहता था। उसने अपने आप विषय बदल लिए। गैलीलियो के निर्णय पर आपका विचार क्या है? ചർച്ചാ കരയാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കുച്ച് ദിനോക്കെ ബാദ് ഗലീലിയോ കോ ഉസേ പിതാനെ ഡോക്ടറി പഠനയ്ക്ക് ഭേജ് ദിയ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗലീലിയോയുടെ പിതാവ് ഡോക്ടറി, അതായത് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. മഗർ വഹുത്തോ വൈജ്ഞാനി, പക്ഷേ അദ്ദേഹം ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഉസ്നെ അപ്പനെ ആ വിഷയ ബദലി, അദ്ദേഹം സ്വയം എന്ത് ചെയ്തു? സബ്ജക്റ്റ് മാറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചിട്ട് ആ ഗലീലിയോയുടെ തീരുമാനത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം
ചർച്ച ചെയ്യാനാണ്. അത് ശരിയായിട്ടുള്ള അഭിപ്രായമാണോ? ശരിയായിട്ടുള്ള അഭിപ്രായമാണ് അല്ലേ? അത് ശരിയായിട്ടുള്ള അഭിപ്രായമാണ്. നമ്മൾ ആദ്യം തന്നെ അതിനൊരു ആൻസർ എഴുതിയതാണ്. ശരിയായിട്ടുള്ള അഭിപ്രായമാണ്. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത്? നമുക്ക് തന്നെയാണല്ലേ. നമ്മുടെ കാര്യത്തിനെ കുറിച്ചിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം നമുക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട വർക്കാണ്. ഇനി നമുക്ക് അടുത്ത क्वेश्चन നോക്കാം. गैलीलियो के जीवन एवं दृष्टिकोण की विशेषताएं क्या क्या है? संकेतों के आधार पर टिप्पणी लिखिए. ഗലീലിയോയുടെ ജീവിത ദൃഷ്ടികോണിനെ കുറിച്ചിട്ട് ആ വിശേഷതകളൊക്കെ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിച്ചല്ലോ. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടിപ്പണി എഴുതണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ടിപ്പണിയാണ് എഴുതേണ്ടത്. അതിന് വേണ്ട സൂചന അവിടെ തന്നിട്ടുണ്ട്. പരിസർക്ക നിരീക്ഷൺ കർണ. പരിസരം നിരീക്ഷിക്കുന്ന ആളായിരുന്നു ഗലീലിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ പറഞ്ഞ കാര്യം എന്താണ്? ചന്ദ്രനെ നോക്കിയതും കൂടെ നടക്കുന്നുണ്ട് എന്ന് തോന്നി. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വിളിച്ചു. രണ്ടുപേരും കൂടെ നടന്ന്, ഒരാൾ ഇറങ്ങുകയും ഒരാൾ കയറുകയൊക്കെ ചെയ്തു അല്ലേ. അടുത്തത് സത്യഘോചനമേ സബോത്തോക്ക ആശ്രയിലേന. സത്യം അറിയാൻ വേണ്ടിയിട്ട്, അതാണ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് സത്യം അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തെളിവാണ്. അപ്പോൾ അവിടെ തെളിവുണ്ടായപ്പോഴാണ് അത് അംഗീകരിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ജീവന്മേ സ്വയം നിർണയം. ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനമെടുത്തത് എങ്ങനെയാണ്? ആ പഠനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു അല്ലേ. ചുനൗത്തിയൊക്കെ സ്വീകാരണം. വെല്ലുവിളികൾ സ്വീകരിക്കുന്നു. അതായത് എന്തും പരീക്ഷണം ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് വെല്ലുവിളികൾ സ്വീകരിക്കുന്ന ആളായിരുന്നു ആര്? ഗലീലിയോ. അപ്പം അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളൊരു ടിപ്പണി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ടിപ്പണി എഴുതിയത് നോക്കാം. ഗലീലിയോ ഗലീലി ഇറ്റലി में जन्मे एक പ്രതിഭാവാൻ വൈജ്ഞാനികതേ. ഗലീലിയോ ഗലീലി ഇറ്റലിയിൽ ജനിച്ച ഒരു മികച്ച ശാസ്ത്രജ്ഞനായിരുന്നു. ഗലീലിയോ बचपन से ही അവലോകൻ और प्रयोग पर जोर देते थे. ഗലീലിയോ കുട്ടിക്കാലം മുതൽ തന്നെ നിരീക്ഷണത്തിലും പരീക്ഷണത്തിലും प्राधान्यम നൽകിയിരുന്നു. एक पूर्णिमा की रात में चांद को पहाड़ी पर चढ़ते और उतरते हुए देखकर वह निष्कर्ष निकाला कि चांद अपनी जगह स्थिर है, बल्कि अपने दोस्त के साथ एक छोटा सा प्रयोग करके इसे साबित किया. ഒരു പൂർണ്ണ ചന്ദ്രരാത്രിയിൽ ഒരു കുന്നിൻ മുകളിൽ ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കണ്ട ശേഷം ചന്ദ്രൻ അതിൻ്റെ സ്ഥാനത്ത് നിശ്ചലമാണെന്ന് അദ്ദേഹം നിഗമനം ചെയ്യുകയും തൻ്റെ സുഹൃത്തിനൊപ്പം ഒരു ചെറിയ പരീക്ഷണം നടത്തി അത് കണ്ടെത്തുകയും അത് തെളിയിക്കുകയും ചെയ്തു. गैलीलियो के पिता उन्हें डॉक्टर बनाना चाहते थे, लेकिन गैलीलियो का मन तो विज्ञान में लीन था. ഗലീലിയോയുടെ പിതാവ് അദ്ദേഹത്തെ ഒരു ഡോക്ടർ ആക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഗലീലിയോയുടെ മനസ്സ് ശാസ്ത്രത്തിൽ മുഴുകി. स्वयं चुने हुए मार्ग पर चलकर उन्होंने आधुनिक विज्ञान की दिशा निर्धारित की. वह हर चुनौती को स्वीकार करने को तैयार था. कई प्रयोग किए. आज दुनिया की सभी घड़ियां गैलीलियो के इसी पेंडुलम नियम पर बनी है. സ്വയം തിരഞ്ഞെടുത്ത ഈ പാത പിന്തുടർന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ദിശ അദ്ദേഹം നിർണയിച്ചു. എല്ലാ വെല്ലുവിളികളും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തി. ഇന്ന് ലോകത്തിലെ എല്ലാ ഘടികാരങ്ങളും ഗലീലിയോയുടെ ഈ പെൻഡുലം നിയമത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്രയാണ് നമ്മുടെ ഈ ടിപ്പണി ഉള്ളത്. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വൺ വേർഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഡയറി, വാർത്താലാബ് അതെല്ലാമാണ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.